എനിക്കിവിടുത്തെ സാഹചര്യം അറിയില്ലായിരുന്നു. അതാ ഞാൻ ശ്രീടച്ച ചിറ്റപ്പ വെള്ളം കുടിക്കുക. എന്തു പറ്റി? ഇത് ഈ വീടിന്റെ കുടുംബസ്വത്തൊന്നും അല്ല എന്റെ പിടിച്ചു വാങ്ങി വെക്കാൻ. ഇറ്റ്സ് മൈ ഓൺ പ്രോപ്പർട്ടി. ഇഷ്ടമുള്ളപ്പോ ഞാൻ ഉപയോഗിക്കും. അതെന്റെ അവകാശമാ, ഔദാര്യമല്ല. അതെ, അവകാശമാണ്, എനിക്കതറിയാം. പക്ഷേ ഞാൻ ഇവിടെ നിന്നെ കാണുന്നത് ഒരു അന്യ സ്ത്രീയായിട്ടോ മരുമകളായിട്ടോ അല്ല, എന്റെ സ്വന്തം മകളായിട്ടാ. മകൾ അവകാശമെന്ന് പറഞ്ഞ് വകതിരിവുകേട് കാണിച്ചാൽ അത് തടയാനുള്ള അവകാശം അവിടുത്തെ അമ്മയ്ക്കുണ്ട്. അത് നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ. രവി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് പോയിരിക്കുന്നതെന്നും അവനെ ശല്യപ്പെടുത്തരുതെന്നും പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. എന്നിട്ട് നീ ഫോൺ ചെയ്തപ്പോഴാ എനിക്ക് നിന്റെ ഫോൺ പിടിച്ചു വാങ്ങി വെക്കേണ്ടി വന്നത്. മനസ്സിലായി പറഞ്ഞു വരുന്നത്. അപ്പൊ ഇനി കുടുംബമായി ജീവിക്കുന്ന കാരണവും പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും എന്നെ തല്ലുകയും ചെയ്യാലോ. അപ്പൊ അതാണ് ഉദ്ദേശം. എന്തിനാ കുട്ടി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞങ്ങളാരും കുട്ടിയുടെ ശത്രുക്കളല്ല. ആദ്യം അത് മനസ്സിലാക്കണം, എന്നാലല്ലേ. സോറി, ബാലമാൻ ഇവിടെ ഉള്ളവരുടെ വക്കീലാവണമെന്നില്ല. സോറി, അത്യാവശ്യമായിട്ടൊരു കോള് വന്നിട്ട്. സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ കാണാൻ. സർ, എന്തു പറ്റി സർ? പറയൂ സർ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. എനിക്കൊടനെ പോണം. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ പിന്നീട് വരാം. ഓക്കെ, ബൈ. കൃഷ്ണേ, കൃഷ്ണേ, കൃഷ്ണേ. ശ്രീ, എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? ആദ്യം ഇല്ലാത്ത കൂട്ടുകാരിയുടെ പേര് പറഞ്ഞ് മകളോടുന്നു, പിന്നെ മകളുടെ പേര് വിളിച്ച് അമ്മയോടുന്നു. ഇതെന്താ ഓട്ട മത്സരമാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ, ചിലപ്പോ ചിലതൊക്കെ മനസ്സിലാകാതിരിക്കുന്നത് ചിറ്റപ്പ നമുക്ക് നല്ലത്. മനസ്സിലായ പിന്നെ നമുക്ക് ഓടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാ. വെറും ഓട്ടമല്ല, നെട്ടോട്ടം തന്നെ. ചിറ്റപ്പന്റെ ഇപ്പോഴത്തെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. അതുകൊട്ടെ, ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. ധൃതി പിടിച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. ഈ നല്ല നല്ല വാക്കുകളൊക്കെ എന്തിനാ പാഴാക്കുന്ന ബ്രദറിൻലോ? അതിന്റെ ആവശ്യമില്ല. പകരം നമുക്ക് ഗൗരവമുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. വീട്ടിലെ രഘുചന്ദ്രവർമ്മന്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ ചോദിക്കുക, ഉടൻ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്വത്തിന്റെ ഷെയർ കിട്ടണം. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അനിയത്തി കിട്ടി ഇവിടുന്ന് പോയ ആർക്കിവിടെ സന്തോഷം? ആർക്കുമില്ല.
അനിയത്തിക്കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഈ വീടിന്റെ സ്വന്തം മരുമകൾ. നീ ഈ വീട് വിട്ടു പോവുകയാണെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യം അതോടെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാ. ആഹാ, സംസാരത്തിൽ സുഖിപ്പിക്കുന്ന വാക്കുകൾക്ക് ഒരു കുറവുമില്ലല്ലോ ബ്രദറിൻലോ. മരുമകൾ, സന്തോഷം, ഐശ്വര്യം. കൊള്ളാം. ജസ്റ്റ് ഇമാജിൻ, നാളെ ബ്രദറിൻലോ ഒരു വിവാഹം കഴിക്കും. അപ്പൊ ഈ വീട്ടിലേക്ക് ഒരു പുതിയ മരുമകൾ വരും. അന്നേരം ഈ വാക്കുകൾ തന്നെ ഉപയോഗിക്കും. അതോ പുതിയത് വല്ലതും കണ്ടുപിടിക്കോ? അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. രേഖ, പ്ലീസ്. ഈ നല്ല നല്ല വാക്കുകളൊക്കെ എന്തിനാ പാഴാക്കുന്ന ബ്രദറിൻലോ? അതിന്റെ ആവശ്യമില്ല. പകരം നമുക്ക് ഗൗരവമുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഇഷ്ടമുള്ള ഒരാള് പെണ്ണ് ചോദിക്കാൻ ആറ്റുനോട്ടിരുന്ന് വീട്ടിലേക്ക് വരുമ്പോ അവിടെ ദാ വേറൊരു പെണ്ണ് കാണല് നടക്കുന്നു. എന്തൊരു ദുരന്താണെന്ന് ആലോചിച്ച് നോക്കി. എനിക്കാണെങ്കിൽ രവിസാറിന്റെ അടുത്ത് സംസാരിക്കാനും പറ്റിയില്ല. ഞാനും കണ്ടതല്ലേ എല്ലാം. അത് മാത്രല്ല കാര്യം, ഫുൾ ടൈം സാറിന്റെ ടെൻഷനിലായിരുന്നു തോന്നുന്നു. അതെന്താണെന്ന് അങ്ങോട്ട് ചോദിക്കാനോ എന്നോട് പറയാനോ ഉള്ളൊരു അവസരം രണ്ടുപേർക്കും കിട്ടിയില്ല. പാവം, പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പോയപ്പോഴുള്ള ദൃശ്യം ഇപ്പോഴും എന്റെ മനസ്സിന്ന് മാറിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ലാതിരുന്നാ മതിയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് രവിവർമ്മൻ സാറ് വരൂന്നറിഞ്ഞ് ആരോ മനഃപൂർവ്വം ആ കല്യാണ പാർട്ടിക്കാരെ പറഞ്ഞു വിട്ടതാണെന്നാ. അവർക്ക് വരാൻ കണ്ടൊരു നേരം. വൃത്തികെട്ട മനുഷ്യര്. ഓ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടി. അമ്മയും കൂട്ടി രവിസാറ് വരുന്ന കരുതി ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാ. ഒന്നും നടന്നില്ല. തലയിലെഴുത്തു. ഏയ്, അങ്ങനെ നീ പറയരുത്. ഏതായാലും ഒരു കാര്യം ഭംഗിയായി നടന്നു എന്നാ ഞാൻ കരുതുന്നത്. രവിവർമ്മൻ സാറിന്റെ മുന്നിലുള്ള നിന്റെ പെണ്ണ് കാണാൻ ചടങ്ങ്. പയ്യൻ വന്ന് കയറിയതും നീ ഒരുങ്ങി സുന്ദരിയായി പയ്യന്റെ മുന്നിലേക്ക് ചെന്നതും ഒരുമിച്ചായിരുന്നു. കൃത്യം ടൈമിംഗ്, പെർഫെക്റ്റ് മാച്ച്. പക്ഷെ പയ്യനും പെണ്ണും സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ. പിന്നെ പയ്യനെ നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ? നിനക്ക് എപ്പോ വേണമെങ്കിലും സാറിനോട് സംസാരിക്കാലോ. പിന്നെന്താ? എന്നാലും ഇപ്പൊ പറ്റില്ല. നാളെ നീ ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റും. ദൈവം ഒരു വഴി കാണിച്ചു തരുവടി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വാക്കുകളോണ്ട് സംസാരിച്ചില്ലെന്നല്ലേ ഉള്ളൂ. കണ്ണുകളോണ്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പോരെങ്കി ഫോണിരിക്കല്ലേ. ഡോൺ വെറി മുത്തേ, നീ സംസാരിക്കേ. ക്യാരി ഓൺ. അത് വല്ലാത്തൊരു പീഡനമാണമ്മേ. അനുഭവിച്ചാലേ മനസ്സിലാവും. മോനെ, എല്ലാം ശരിയാകും. ശരിയായേ പറ്റൂ. മോൻ ആദ്യം ശ്രീലക്ഷ്മി ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്ക് അവിടെ എന്താ നടന്നതെന്ന്. അപ്പം മാറും ഈ കൺഫ്യൂഷൻ എല്ലാം. എന്തായാലും ഒന്നു മാത്രം ഞാൻ പറയാം. നിങ്ങൾ രണ്ടാളുടെയും മനസ്സ് നല്ലതാ, വിശ്വസ്തവും. അതുകൊണ്ട് രണ്ടാൾക്കും നല്ലതേ സംഭവിക്കൂ. നീ പറയാറില്ലേ വിശ്വാസം എന്ന 3 അക്ഷരം? അത് നീ വേണം ആദ്യം വിശ്വസിക്കാൻ. ബാക്കിയെല്ലാം പിന്നാലെ ശരിയാകും. വിശ്വസിക്കാം. താങ്ക്സ്. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ് മോനെ. മഴ പെയ്തത് അവന്റെ മനസ്സിലാ. സങ്കടപ്പെയ്ത്താണെന്ന് മാത്രം. ഇക്കാര്യത്തിൽ ഞാൻ തന്നെ ഇനി രവിയെയും ശ്രീലക്ഷ്മിയെയും സഹായിക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഞാനല്ലാതെ പിന്നെ ആരാ അവരെ സഹായിക്കാൻ? വരട്ടെ, ഞാൻ തന്നെ മുൻകൈ എടുത്തു കളയാം. രേഖ, നീ ഇങ്ങനെ ഇരിക്കല്ലേ, സങ്കടപ്പെടല്ലേ നീ, പ്ലീസ്. നോ രഘു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. സി, ഇനി മുതല് നിന്നോടൊപ്പം ഈ കിക്കിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിന്റെ ഇഷ്ടങ്ങളെ ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു. ഇനി നിന്റെ കിക്കി എന്റെയും കൂടെ കിക്കിയ. സത്യമായിട്ടും
സത്യമായിട്ടും. യു നോ വാട്ട്, രഘു എന്റേത് മാത്രം. സോ രഘുവിന്റേതെല്ലാം ഇനി എന്റേതും ആയിരിക്കും. ഇനി ഒരിക്കലും നീ ഈ വീട് വിട്ട് ഓടിപ്പോരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല രഘു. നിന്നെ ഞാൻ വഴക്ക് പറയും, ചീത്ത പറയും ഒക്കെ ചെയ്യും. പക്ഷെ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ ലവ് യു രഘു. ഐ ലവ് യു സോ മച്ച്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. താങ്ക് യു രേഖ. ഐ ടു ലവ് യു. സർ ഗുഡ് മോർണിംഗ്. എന്തുപറ്റി സർ, ഒരു വെരി കോൾ റെസ്പോൺസ്? ഇറ്റ്സ് എവറിത്തിങ് ഓൾ റൈറ്റ്? ഐ എം ഫൈൻ സാൻഡ്ര. വന്ന കാര്യം പറഞ്ഞോളൂ. സോറി സർ, ഇന്നലെ സാറിന് എന്ത് പ്രോഗ്രാം ആയിരുന്നു എന്നറിയില്ല. പക്ഷേ ഞാൻ തയ്യാറാക്കിയ എല്ലാ ഷെഡ്യൂളും ചേഞ്ച് ആയി. യു വർ ടോട്ടലി അൺഅവൈലബിൾ. എനിവേസ്, ഇന്നലെ സാർ പോയ കാര്യം സക്സസ് ആയെന്ന് കരുതുന്നു. എനിക്ക് ചാർട്ട് ചെയ്യുന്ന ഷെഡ്യൂളിൽ ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിൽ തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ? അല്ല, ഞാൻ ഷെഡ്യൂൾ മാറ്റുന്നതിൽ തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ സർ, നോ, നെവർ. ഞാൻ സാറിനോട് കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഐ എം സോറി. ഗുഡ് മോർണിംഗ് സർ. ആ ശ്രീലക്ഷ്മി, എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഓ, ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊന്ന് പുറത്തു പോവാം. എക്സ്ക്യൂസ് മീ സർ, ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു ലീവ്. പ്ലീസ്. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ത്രിവിക്രമന്റെ കലാപരിപാടികൾ? തന്റെ പഴയ സുഹൃത്തല്ലായിരുന്നു? ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് സാർ. തന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അവസരം തരും, അപ്പൊ ആ തിരുവാ തുറന്നാ മതി. അല്ല, സഹദേവ മുതലാളി ഇന്ന് കട തുറന്നില്ലേ? ഇവിടെ എന്താ കാര്യം? ഞാൻ സൂർസനൻ ചേട്ടനെ ഒന്ന് കാണാൻ. ഓ, ശരി ശരി. ആ, എന്നാ താമ്പയ്ക്കോ. എനിക്ക് ഈ ഫ്രോഡ് ത്രിവിക്രമനോട് അല്പം സംസാരിക്കാനുണ്ട്. ശരി സാർ. ആ, പിന്നെ മുതലാളി, ഈ കൂട്ടുകെട്ട് തനിക്കത്ര നല്ലതല്ല. പണ്ടൊരു മഴയുള്ള രാത്രി ഓർമ്മയുണ്ടല്ലോ? ഓ, ഇനി ശ്രദ്ധിച്ചോളാം. ആ, ശരി. ത്രിവിക്രമ, എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ടല്ലോ. നമ്മൾ കുറച്ചു ദിവസം മുമ്പ് സംസാരിച്ചാണ് സാർ. അതിന്റെ വേദന ഇപ്പോഴും തീർന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പോ കിട്ടിയതിന്റെ ഓർമ്മ മറന്നിട്ടില്ല. പക്ഷേ അന്ന് മുഴുവനും സംസാരിച്ചില്ല ഞാൻ. കുറച്ചുകൂടി ഇനിയും ബാക്കിയുണ്ട്. അന്ന് അനുവാദമില്ലാതെ ഹെലിപ്പാഡിൽ കയറിയതാണെങ്കിൽ ഇന്ന് വിഷയം മറ്റൊന്ന്. ആൾമാറാട്ടം നടത്തുന്നതിന് കൂട്ടുനിൽക്കാം. എന്താ, നമുക്കങ്ങ് സംസാരിച്ചു തുടങ്ങിയാലോ? സംസാരിക്കാൻ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൂടെ ആരും വന്നിട്ടില്ലല്ലോ. ഏയ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കൂട്ടിന് ദേ ഇവൻ മാത്രം. ഞാൻ ഇവിടെ വന്നതേ തന്നെ അന്വേഷിച്ച. ഇപ്പൊ തിരികെ പോകുന്നു. നാളെ എന്നെ ഇവിടെ വരുത്തരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓ, നീ അങ്ങ് ഒലത്തും. ഒന്ന് പോടാ. നിന്റെ കൈ തോക്കുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ത്രിവിക്രമ. എന്താ സാർ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ താൻ? അത് പിന്നെ തലയിൽ മുടി വളരാൻ
നാട്ടിലൊരു പച്ച വരുന്നുണ്ടെന്ന് പറയുകയായിരുന്നു. ഉം. സാറിന് വേണമായിരുന്നെങ്കിൽ ഞാനത് വരുത്തി തരാമെന്ന് ആലോചിക്കുകയായിരുന്നു. വേണ്ടി വരും. പക്ഷേ അത് നിനക്ക് കഴുത്തിന് മുകളിൽ തലയുണ്ടായാൽ മാത്രം. മൈൻഡ് ഇറ്റ്. നിനക്കറിയാവുന്നത് തന്നെ. രവിവർമ്മ സാർ ഇന്നലെ ഇവിടെ വന്നത് നമ്മളോട് കല്യാണക്കാര്യം സംസാരിക്കാനാണെന്നാ അവള് പറയുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. എനിക്കപ്പ തന്നെ മനസ്സിലായി ഇതെന്തോ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന്. സാരി ഉടുത്ത് ഒരുങ്ങി നിന്നിട്ടും ആ കല്യാണ പാർട്ടിക്കാരുടെ മുന്നില് അവള് മനഃപൂർവ്വം വരാത്തതാ. അപ്പുറത്തെ കൃഷ്ണ അതിന് കൂട്ടും. രവിവർമ്മൻ സാർ എത്തിയ ഉടനെ കണ്ടില്ലേ അവൾ സ്വിച്ച് ഇട്ടതുപോലെ കഥക് തുറന്നു വന്നത്. ഇത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പരിപാടിയാ. നമ്മൾ മുഴുവൻ മണ്ടന്മാരായി. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങുന്നില്ലടി തൊണ്ടേ കൂടെ. ഇനി എന്ത് ചെയ്യും? തല കുത്തി നിക്കണം, അല്ലെങ്കിൽ കാഷായ ഇട്ട് കാശിക്ക് പോയാ മതി. ഇതൊന്നും അറിയണ്ടല്ലോ. ഡി, നീ ഒരുമാതിരി ശവത്തി കുത്തരുത്. കുത്താതെ പിന്നെ? അതെ, കുഞ്ഞമ്മയുടെ കയ്യിലെ കുഴപ്പം മൊത്തം. ഈ പ്രേമ അറിഞ്ഞതിന് ശേഷമെങ്കിലും അവളോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞൂടായിരുന്നോ ഇത് ശരിയാവൂലെന്ന്? പറഞ്ഞടി. സാമം ദാനം ഭേദം ദണ്ണം എല്ലാം കഴിഞ്ഞു. മനസ്സിലാവണ്ടേ അവക്ക്? പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ ഒറ്റക്കാലിൽ ഒരു നിപ്പ. ഈ പ്രേമോന്ന് പറയുന്ന ഇത് ഇത്രയും കുഴപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നടി. കാണുമ്പോ വല്ലാത്തൊരവസ്ഥയിലാ അവള് നിക്കുന്നത്. എന്നോട് അമ്മ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുകയാണെന്നേ. അവളെ പെറ്റു വളർത്തിയ സ്ത്രീയല്ലേ ഞാൻ. എത്ര പാറ പോലെ ബലം പിടിച്ചു നിന്നാലും അവിടെ കണ്ണീര് വീണ ഞാനങ്ങ് ഉടഞ്ഞു തകർന്നു പോവും. പിടിക്കും പിടിക്കും, കാലും പിടിക്കും, കയ്യും പിടിക്കും. പ്രേമം മൂത്ത ഇതുപോലത്തെ പലതും ചെയ്യും ഇപ്പോഴത്തെ പെമ്പിള്ളേര്. കുഞ്ഞമ്മ അതൊന്നും കാര്യമാക്കരുത്. ആക്കിയാ ഉടയാനും തകരാനും പോകുന്നത് കുഞ്ഞമ്മ ഒരാളല്ല, ഈ കുടുംബം ഒന്നാകെയാ. ചില കാര്യങ്ങൾക്ക് ഞാൻ തന്നെ വേണ്ടേ പപ്പി? തെങ്ങിന് കുറച്ച് വളമിടണം. ഇപ്പൊ പഴയ പോലെ തേങ്ങയൊന്നും കിട്ടുന്നില്ലെന്നേ. കച്ചവടമാണെങ്കിൽ വളരെ മോശം. ഞാൻ പോയി പണിക്കാരെയൊക്കെ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ശരിയപ്പോ. ശരി ഏട്ടാ, ചെന്നിട്ട് വിളിക്കണം. എടാ ദീപു, ഇതെന്തോ പണിയൊപ്പിച്ചിട്ട് മുങ്ങുന്ന ലക്ഷണമാ. നമുക്കതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. സോറി കൃഷ്ണേ, ഇനി 2 റൗണ്ട് കൂടി കഴിഞ്ഞാ എനിക്ക് ജാക്ക്പോട്ടാ. ഐ ആം ബിസി. ഇവന്റെ ഒരു കാര്യം. എന്നാലും എന്തായിരിക്കും അങ്കിൾ ഇപ്പൊ മുങ്ങാനുള്ള കാര്യം? വേണ്ട സരോജം, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. മോളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് പേടി തോന്നി തുടങ്ങി എന്റെ ഉള്ളില്. പേടിയല്ല, ആദ്യ മോളുടെ കല്യാണത്തിനിറങ്ങുമ്പോഴൊക്കെ ഞാൻ തോറ്റുപോകുമോ എന്നൊരാദി. എന്താ ശ്രീടച്ച ഇങ്ങനെയൊക്കെ പറയുന്നേ? അവക്ക് 40-40 വയസ്സൊന്നും ആയില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവക്കും വരും ഒരു നല്ല ചക്കൻ. തൽക്കാലം അച്ഛനൊന്നും ആലോചിക്കേണ്ട. എല്ലാം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഫലം കിട്ടാതിരിക്കോ? അല്ലെങ്കിൽ അവൾക്കിപ്പോ രാജയോഗാണെന്നാണല്ലോ ഈശ്വരൻ എപ്പോഴും പറയുന്നത്.
ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛനും അത് വിശ്വസിച്ചേ പറ്റൂ. അപ്പ മാറിക്കോളും ഈ ആദ്യമെല്ലാം. ഏതായാലും അച്ഛൻ ആഹാരം കഴിച്ചിട്ട് നമുക്കൊന്ന് ആശുപത്രി പോവാം. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. ആശുപത്രി പോകേണ്ട അസുഖം എനിക്കില്ല സരോജ. അല്പം റെസ്റ്റ് എടുക്കുമ്പോ എല്ലാം ശരിയാവും. നോക്ക് ശ്രീടച്ച, എപ്പോഴും ശ്രീടച്ചൻ പറയുന്ന ഞാൻ കേൾക്കുന്നില്ലേ? ഇപ്പോ ഞാൻ പറയുന്ന ശ്രീടച്ച കേക്ക്. ആഹാരം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ആശുപത്രി പോയേ പറ്റൂ. ഞാനിത് കൊണ്ടുവച്ചിട്ട് വേഗം വരാം. നിങ്ങൾ എഴുന്നേറ്റൊന്ന് മുഖം കഴുക, പെട്ടെന്നാവട്ടെ. അതെന്താ നിന്റെ സംശയം തീരാത്തെ? ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ നിനക്ക്? എന്റെ സച്ചി, സത്യമായിട്ട് ഞാൻ റിസൾട്ട് വാങ്ങാൻ വന്നതാ ഹോസ്പിറ്റലില്. അല്ല, കൊറേ നേരമായിട്ട് നീ വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. നിനക്കെന്താ ഇന്ന് ജോലിയൊന്നുമില്ലേ? അവിടെന്താ ഫുൾ റെസ്റ്റാ? യെസ്, ഇന്ന് ഫുള്ള് റെസ്റ്റാ. ഇടയ്ക്കൊരു ദിവസം വെറുതെ ഇരിക്കാന്ന് വെച്ചു. ശ്രീലക്ഷ്മിക്ക് എന്താ അസൂയ തോന്നുന്നുണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കുന്നതില്? എന്തിനസൂയ? ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് റെസ്റ്റ് മസ്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്തിട്ട് നീ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്ക്. ഞാനൊന്ന് കാണട്ടെ. വെറുതെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. വിശക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും പഠിക്കണം നമ്മള്. എന്നാലേ സ്വയം പര്യാപ്തരാവൂ. ഓ, ശ്രീലക്ഷ്മി ടീച്ചറുടെ വക ആദർശം. ഈ പാചകമൊക്കെ നാട്ടിവെച്ച പലവട്ടം എന്നെ പഠിപ്പിച്ചു വിട്ടല്ലേ എന്റെ ശ്രീലക്ഷ്മി ടീച്ചറെ. ഞാനിത് കൃത്യമായി പാലിക്കുന്നുണ്ട് ഇവിടെ. കഴിയുന്നത്ര ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറുമില്ല. ശ്രീലക്ഷ്മി ടീച്ചറിനോട് പൂനെയിലേക്ക് വരാൻ പറഞ്ഞ് കേക്കില്ലല്ലോ. വന്നിരുന്നെങ്കിൽ എന്റെ പാചക നൈപുണ്യം നേരിട്ട് രുചിച്ചു നോക്കായിരുന്നു. എന്നിട്ട് വേണം ഞാൻ ബോധം കെട്ട് വീഴ. സാറിന്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞില്ലേ? ഇനി സാറിനെന്താ ഒരു സ്വപ്നം ബാക്കിയുള്ളത്? അതോ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണോ സാറിന്? ആര് പറഞ്ഞു ഞാൻ എല്ലാം നേടിയെന്ന്? ഇതൊന്നും എന്റേതല്ല ശ്രീലക്ഷ്മി. എല്ലാം നേടിയെന്ന് പറയുന്നവർ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമില്ല. ഞാനും അത്രേ ഉള്ളൂ. എന്റെ ഉത്തമ വിശ്വാസത്തിൽ ഞാൻ നേടിയെടുത്തതും ഞാൻ കൊണ്ടുപോകുന്നതും ഒന്നു മാത്രമായിരിക്കും. ആരുടെയും കണ്ണിൽപ്പെടാത്ത നമ്മുടെ പ്രണയം മാത്രം. ദാറ്റ്സ് ഗുഡ്. ഈ ശ്രീലക്ഷ്മി എന്ന പേരുള്ളവരെല്ലാം വെരി വെരി സ്പെഷ്യൽ ആണെന്നാ എന്റെ മകൻ പറയാറുള്ളത്. തീർച്ചയായും കറക്റ്റാണത്. മാഡത്തിന്റെ മകൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. എന്റെ മോളും വെരി വെരി സ്പെഷ്യലാ, മാഡത്തിനെ പോലെ. പിന്നെ എനിക്ക് ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ? വേറൊന്നും വിചാരിക്കരുത്. ഹോസ്പിറ്റലിൽ വെറും റിസൾട്ട് വാങ്ങാൻ വന്നതാണെന്നല്ലേ മാഡം മകനോട് പറഞ്ഞത്? മറിച്ച് മാഡം ഇവിടെ അഡ്മിറ്റ് ആയ വിവരം മകൻ അറിഞ്ഞാൽ അയാൾക്ക് വിഷമാവില്ലേ? അവൻ വിഷമിക്കാതിരിക്കാനാ ഞാൻ കള്ളം പറഞ്ഞത്. പക്ഷേ ശ്രീലക്ഷ്മി കള്ളം പറയില്ലെന്ന് മാഡം പറഞ്ഞത്? ആഹാ, മോള് വന്നിട്ട് കൊറേ സമയമായോ? ഇല്ലച്ചാ, അല്പനേരമായിട്ടുള്ളൂ. നീ വരുന്നതിന് മുന്നേ എത്താന്ന് കരുതുക, പക്ഷെ പറ്റിയില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം എന്നോടൊരു വാക്ക് പറയാത്തെന്താ? എന്തിനാ എന്നോട് ഒളിപ്പിച്ചു വെച്ചത്? ഇതിൽ ഒളിപ്പിച്ചു വെക്കാൻ ഒന്നുമില്ല മോളെ. ഞാൻ മോളോട് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ? അല്ലെങ്കിൽ മോൾ എന്നോട് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ തന്നെ നിന്റെ അമ്മ നമ്മളെ വെറുതെ വിടുവോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ 3 പേരുടെ ഇടയിൽ രഹസ്യം എന്ന വാക്കിന് ഒരു പ്രസക്തിയില്ല മോള്. നമ്മുടെ ഇടയിൽ രഹസ്യമേ ഇല്ല. എന്താ ശരിയല്ലേ?
അതെ, ഇങ്ങനെ നിന്ന് മാജടിക്കാതെ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ദിവസം കടയിൽ പോകുന്നതിനെ വ്യായാമമായി കൂട്ടണ്ടാന്ന്. അതല്ലാതെ ഒരു അരമണിക്കൂർ ശരീരം ഇളകുന്ന പോലെ എന്തെങ്കിലും ചെയ്യണം. ഉദാഹരണത്തിന് നീ ഒന്നും മിണ്ടാതിരിക്കുക സരോജം. ഡോക്ടർ പറയുന്നതൊക്കെ ഞാനും എന്റെ ചെവി കൊണ്ട് കേട്ടു. നീ ഇനി അഡീഷണൽ വ്യായാമം ഒന്നും കൂട്ടിച്ചേർക്കാതിരുന്നാ മതി. എന്താ രഘു? മിണ്ടരുത്, അവര് കേക്കും. ആര്? അവരെന്ന് പറഞ്ഞ ഇതേതാ സ്ഥലം? ഏതാ സ്ഥലമൊന്നു? ഇത് നമ്മുടെ വീടല്ലേ? നമ്മുടെ വീടോ? അതെ. ഏയ് അല്ല, ഇത് വേറെ ആരുടെ വീടാ. നമ്മുടെ വീട് ഇങ്ങനെയല്ല. രഘു, ആർ യു ഓക്കേ? ഷുവർ. രേഖ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇത് നമ്മുടെ വീടല്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏതാ നമ്മുടെ വീട്? അത് ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടു. അപ്പോഴാ ഓർമ്മ വന്നത്. നമ്മുടെ വീടേ വേറെ ടൈപ്പാ. ഇത്ര വലിപ്പമൊന്നുമില്ല, ചെറുതാ. രഘു, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. രേഖ, സത്യം ഞാൻ ഈ പറയുന്നേ. നമുക്ക് വേറെ വീടുണ്ട്, ഇതല്ല. വേറെ വീടാ. രേഖ, രേഖ എനിക്ക്. രേഖ, രേഖ, രേഖ. അച്ഛാ, മോളെന്താ എഴുന്നേറ്റേ? വെറുതെ. അച്ഛനെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഉറക്കം വരുന്നില്ലേ അച്ഛന്? ഉറക്കം വരണില്ല മോളെ. ഇടത് കൈക്ക് ചെറിയ വേദനയുണ്ട്. എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ. അതിങ്ങനെ ഓരോരോ അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടുന്നതുകൊണ്ടാ. മനസ്സ് ശൂന്യാക്കി വെറുതെ കണ്ണോടച്ച് കിടന്നാ മതി. ഉറക്കം ശരിയായില്ലെങ്കിൽ ക്ഷീണം കൂടെ ഉള്ളൂ. അച്ഛൻ പോയി കിടക്ക്, ഉറക്കം കിട്ടും. ആ, നോക്കട്ടെ. അച്ഛൻ നിന്റെ കല്യാണക്കാരി ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുന്നത്. നിനക്കാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും തല കയറുന്നില്ല. പാവം, ഇങ്ങനെ ഉറക്കളച്ച് വല്ല അസുഖം വരുത്താതിരുന്നാ മതിയായിരുന്നു. രവിവർമ്മൻ സാർ വിളിച്ചിരുന്നു അമ്മേ. ഈ നിമിഷം വേണമെങ്കിലും വന്ന് സംസാരിക്കാന്ന സാറ് പറയുന്നേ. ഉറങ്ങടി അസത്തെ. ഇവിടെ അമ്മയ്ക്ക് പ്രാണവേദന മൂക്ക് വീണമായനാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. നിന്നെ എന്തോന്നാ രണ്ടുപേരും കൂടി പിറുപിറുക്കുന്നേ? എന്താ രണ്ടുപേരും കൂടി ഇന്ന് പിറുപിറുക്കുന്നേ? ഉറങ്ങുന്നില്ല ആരും? അച്ഛാ, നേരത്തെ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചില്ലേ? അതൊന്നുകൂടി എടുത്തു തരാം. അപ്പൊ എല്ലാം ശരിയാവും.